പെയിൻറ്റിങ്സ് കാണാൻ എന്ത് ഭംഗിയാല്ലേ? അതുപോലെ അത് ചെയ്യുന്നതും കാണാൻ നല്ല ഭംഗിയാട്ടോ. ഹായ് എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങളൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യം കൂടി നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലൊരു പെയിൻറ്റിംഗ് ഉണ്ട് കേട്ടോ. പെയിൻറ്റിംഗ് കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ. ഇന്നലെ ഞാനൊരു സാരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒത്തിരി പേരൊക്കെ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി മറന്ന് പോയത് ഇന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുവാണ്. സാരിയുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. കോട്ട സാരീസ് ആണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് അത്യാവശ്യം ഹോട്ട് ആയതുകൊണ്ട് എല്ലാവരും കോട്ടൺ സാരിയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ കൂടുതൽ കോട്ട നമ്മൾ കാണിക്കുന്നത്. അതുകൂടാതെ ജോർജറ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നൊരു പെയിൻറ്റിംഗ് ആണ്, മ്യൂറൽ പെയിൻറ്റിങ്. ഇതിൻ്റെ കുറച്ച് നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് എങ്ങനെയാണ് ഇത്രയും സ്റ്റേജ് വരെ ചെയ്തതെന്നൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങളെ കാണിക്കാം. അതേപോലെ തന്നെ ഓരോ പാർട്ട് ചെയ്യുമ്പോൾ ഓരോ പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം കേട്ടോ. ഒത്തിരി പേര് ഒരു ഡൗട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിനെ പറ്റി. അപ്പോൾ അതൊന്ന് കുറച്ച് ക്ലിയർ ആക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ കാണുന്നത് രാധാകൃഷ്ണൻ്റെ പിക്ചറാണ്. അപ്പോൾ അതിൽ ഔട്ട്ലൈൻ നല്ല ഭംഗിയായിട്ട് ബ്രിക്ക് റെഡ് കളർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിക്ചർ വരച്ചതിന് ശേഷം ബ്രിക്ക് റെഡ് കളർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എവിടേക്കാണോ ബ്ലൂ കളർ വേണ്ടത് അവിടെയെല്ലാം ബ്ലൂ കളർ ഫില്ല് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ യെല്ലോ വാഷ് ചെയ്യാനായിട്ട്. യെല്ലോ വാഷ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പെർമനൻറ്റ് യെല്ലോ മീഡിയം ആ കളർ യൂസ് ചെയ്യാം. അതായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് കുറച്ച് ഡൈല്യൂട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് ക്യാൻവാസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ ബ്രിക്ക് റെഡ് കളർ കൊണ്ടിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ യെല്ലോ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയാണ്. നല്ല ബ്രഷ് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ കൃഷ്ണൻ്റെ ബോഡി പാർട്ട് ഞാൻ ബ്ലൂ ആണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബോഡി പാർട്ട് മാത്രം നമ്മൾ ലീവ് ചെയ്യുക. അവിടെ നമുക്ക് എപ്പോഴാണ് നമ്മൾ കളർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ബ്ലൂ കളർ അടിച്ചു കൊടുക്കാം. ഈ പെയിൻറ്റിങ് കുറച്ച് ടൈം എടുത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസ് ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുക. ഈ കാണുന്നത് യെല്ലോ വാഷ് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്ന ഡൗട്ടാണ് മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കണം എന്നുണ്ട്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്നൊക്കെ. എന്ന് വെച്ചാൽ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടാലൻറ്റ് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, കുറേയൊക്കെ ട്രേസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും പെയിൻറ്റിങ് ചെയ്യാം. പക്ഷെ അത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോടെ വരച്ചാലാണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് വരച്ചാലാണ് നമുക്ക് അത്ര ഭംഗിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ്, അതിൻ്റെ കുറേ പാർട്സ് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ട്. എന്നാലും നമുക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ് അതുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോർമലി ഇപ്പോൾ ചെയ്ത് കാണുന്നത് കൂടുതലും ട്രഡീഷണൽ ആയിട്ട്, അതായത് പക്ക ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. അതുപോലെ അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവരെന്താണോ ചെയ്യുന്നത് അതാണ് ആർട്ട്. അതായത് ട്രഡീഷണൽ പക്ക മ്യൂറൽ ഫോളോ ചെയ്ത് പോകുന്നവരുണ്ട്. അതുകൂടാതെ വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ അവരുടേതായ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത് നല്ലതാണ്, ഏതാണ് നല്ലത് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആർട്ട് എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഭാവനയിൽ വരുന്നതാണ് ആർട്ടായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണോ കൂടുതലും നമുക്ക് ഭംഗി തോന്നുന്നത് വെച്ചാൽ അതേപോലെ നമുക്ക് ചെയ്യാം. പിന്നെ ഇപ്പം ഇവിടെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണോ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചതുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മ്യൂറൽ ചെയ്യാനൊക്കെ ഒത്തിരി സമയം എടുക്കും, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ നെക്സ്റ്റ് ഡേ വേറൊരു പെയിൻറ്റിങ് ഞാൻ കാണിക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 years ആയി. അതുകൂടാതെ 12 years ആയ പെയിൻറ്റിങ്ങും ഇതുവരെ ഫിനിഷ് ചെയ്യാത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുമൊക്കെ ഞാനിപ്പോൾ ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം, അത് ചെയ്യാനുള്ളൊരു മൂഡ് വേണം, അങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് ഇതെങ്ങനെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റേതായിട്ടൊരു മെത്തേഡ് പോലെ ചെയ്തിട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you for watching. We'll meet soon.